നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ കോർപ്പറേഷൻ വടൂക്കര 41 ഡിവിഷനിൽ ബിജെപിയുടെ റിബൽ സ്ഥാനാർത്ഥിയായ CR സുജിത് കുമാർ മത്സരരംഗത്ത്. പ്രാദേശിക വികാരം കണക്കിലെടുക്കാതെയാണ് NDA സ്ഥാനാർത്ഥിയായ സദാനന്ദൻ വാഴപ്പുള്ളിയെ നിയമിച്ചതെന്ന് ആരോപണം. ഗുരുവായൂർ നഗരസഭ മുൻ വൈസ് ചെയർമാൻ അഭിലാഷ് ബി ചന്ദ്രൻ CPIയിൽ നിന്ന് രാജിവെച്ചു. തെരഞ്ഞെടുപ്പിൽ അഭിലാഷിന് സീറ്റ് നിരോധിച്ചിരുന്നു. കൊണ്ടാഴിയിൽ CPIയിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പൊട്ടിത്തെറി. CPI മുതിർന്ന നേതാവും ചേലക്കര CPI മണ്ഡലം കമ്മിറ്റി അംഗവുമായ PR വിശ്വനാഥൻ കൊണ്ടാഴി പഞ്ചായത്തിലെ പാർമേൽപ്പടി 5-ാം വാർഡിൽ സ്വതന്ത്രനായി മത്സരിക്കും. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സുജീഷ കള്ളിയത്ത് BJPയിൽ ചേർന്നു. BJP ഓഫീസിൽ നടന്ന ചടങ്ങിൽ ശോഭ സുരേന്ദ്രനിൽ നിന്ന് സുജീഷ കള്ളിയത്ത് പാർട്ടി അംഗത്വം സ്വീകരിച്ചു. പാർട്ടി നേതാക്കളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നും സുജീഷ. വ്രതശുദ്ധിയുടെ പുണ്യവുമായി മണ്ഡലകാലത്തിന് തുടക്കമായി. ഇനി ശരണം വിളിയുടെ നാളുകൾ. തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ശബരിമലയിൽ ക്ഷേത്രനട കഴിഞ്ഞ ദിവസം തുറന്നതോടെ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഡിസംബർ 27 മണ്ഡലപൂജ. വൃശ്ചിക പുലരിയിൽ ദർശന പുണ്യം തേടി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. മണ്ഡലകാല ആരംഭ ദിനത്തിൽ തന്നെ ഇതര സംസ്ഥാന തീർത്ഥാടകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മാള വടമ പാമ്പുമേക്കാട്ട് മനയിൽ വൃശ്ചികം 1 ദർശനത്തിനായി ആയിരങ്ങളെത്തി. മനയിലെ വിശേഷാൽ പൂജകളും 100 പാലും സമർപ്പണവും അനുഷ്ഠാന ശുദ്ധിയോടെ നടന്നു. 36ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇരിങ്ങാലക്കുടയിൽ നാളെ തുടക്കമാകും. 8500-ലധികം വിദ്യാർത്ഥികൾ കലോത്സവത്തിന്റെ ഭാഗമാകും. 4 നാൾ നീണ്ടു നിൽക്കുന്ന കലോത്സവം 22 വേദികളിലായാണ് നടക്കുന്നത്. അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷൻ റോഡിൽ കാട്ടാനക്കൂട്ടത്തിനു സമീപം KSRTC ബസ് കേടായി കിടന്നത് പരിഭ്രാന്തി പരത്തി. യാത്രക്കാരായ 12ഓളം പേർ അതുവഴി വന്ന് ഇരുചക്ര വാഹനങ്ങളിലും നടന്നുമായി സംഭവ സ്ഥലത്തു നിന്നും പോയി. ഗുരുവായൂർ ചെമ്പൈ സംഗീത മണ്ഡപത്തിൽ ഭദ്രദീപം തെളിഞ്ഞു. ഭക്തി നിറവിൽ സംഗീതാർച്ചനയ്ക്ക് തുടക്കമായി. കൊണ്ടാഴി 10-ാം വാർഡ് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ജില്ലാ പഞ്ചായത്ത് ചേലക്കര ഡിവിഷൻ UDF സ്ഥാനാർത്ഥി താര ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. MK അബ്ദുറഹ്മാൻ, TC വിനോദ്, AU അബ്ദുറഹ്മാൻ, TM രാധാമണി തുടങ്ങിയവർ സംസാരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെക്കുംകര പഞ്ചായത്ത് കൺവെൻഷൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നിശാന്ത് മച്ചാട് അധ്യക്ഷത വഹിച്ചു. ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ചുള്ള ഏങ്ങങ്ങാട് ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം ഉത്രാളിക്കാവ് ക്ഷേത്രസന്നിധിയിൽ നടൻ സിദ്ധാർത്ഥ ഭരതൻ നിർവഹിച്ചു. ജോഷ് കുമാർ ബ്രോഷർ ഏറ്റുവാങ്ങി. ഏങ്ങങ്ങാട് ദേശം പ്രസിഡന്റ് സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഫെബ്രുവരി 24-നാണ് ഉത്രാളിക്കാവ് പൂരം. ഇരിങ്ങാലക്കുട നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടികയായി. 43 വാർഡുകളുള്ള ഇരിങ്ങാലക്കുട നഗരസഭയിൽ 41 വാർഡുകളിൽ കോൺഗ്രസ് മത്സരിക്കും. 2 വാർഡുകളിൽ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥികളും മത്സരിക്കും. ഇടതുപക്ഷ അംഗത്വം ഉപേക്ഷിച്ച് സന്ധ്യ രാജു ആം ആദ്മി പാർട്ടിയിൽ ചേർന്നു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഷാജു കാവുങ്ങൽ ആം ആദ്മി പാർട്ടി അംഗത്വം നൽകി സ്വീകരിച്ചു. കൊടകര ഷഷ്ടിയോടനുബന്ധിച്ച് പൂനിലാർക്കാവ് മൈതാനത്ത് ഒരുക്കുന്ന ബഹുനില പന്തലിന് കാൽനാട്ടി. ഷഷ്ടി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബഹുനില പന്തൽ ഒരുക്കുന്നത്. കൊടകര കൊളത്തൂർക്കാവ് ശ്രീ മഹാവിഷ്ണുദേവി ക്ഷേത്രത്തിൽ ശ്രീകലാ ജയപ്രകാശിന്റെ നേതൃത്വത്തിലുള്ള വിഷ്ണുദേവ കാവടി ചിന്ത സംഘത്തിന്റെ അരങ്ങേറ്റം നടന്നു. 10-അംഗ വനിതാ സംഘമാണ് കാവടി ചിന്ത അരങ്ങേറ്റം നടത്തിയത്. കിണറ്റിൽ വീണ പശുവിനെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. ഗുരുവായൂർ പിള്ളക്കാട് പുലിയത്ത് സുബ്രഹ്മണ്യന്റെ പശുവിനെയാണ് രക്ഷപ്പെടുത്തിയത്. ചാലക്കുടിയിൽ 9 കിലോ കഞ്ചാവുമായി 2 വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ പിടിയിൽ. നൂർ സലീം, ഹിൽട്ടർ സിംഗ് എന്നിവരാണ് പിടിയിലായത്. തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ പിടിയിലായ പ്രതികളെ ചാലക്കുടി പോലീസിന് കൈമാറി. അതിരപ്പള്ളിയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞു. 10 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. കോലഴി ഗ്രാമീണ വായനശാല പ്രവർത്തകനായിരുന്ന K മുരളീധരനെ അനുസ്മരിച്ചു. വർത്തമാന കേരളത്തിലെ തീവ്ര വലതുപക്ഷവത്കരണം എന്ന വിഷയത്തിൽ CPIM-ൽ നേതാവ് PC ഉണ്ണിച്ചക്കൻ സ്മാരക പ്രഭാഷണം നടത്തി. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ 106ാമത് സംഗമം മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടന സ്റ്റാർസ് പ്രസിഡന്റ് CA ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു.
ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി പൈതൃകം ഗുരുവായൂർ നൽകുന്ന കർമ്മശ്രേഷ്ഠ പുരസ്കാരം കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാൻ മധു എസ് നായർക്ക് 10,001 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഏകാദശി നാളിൽ ഡിസംബർ 1 ഗുരുവായൂരിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. അനധികൃത ഓൺലൈൻ ടാക്സികൾക്കെതിരെയും റെന്റ് കാറുകൾക്കെതിരെയും നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ സംഘടനാ സംസ്ഥാന സെക്രട്ടറി എ ബി ബാബുലയൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതപ്പുഴയിൽ നിന്നും അനധികൃതമായി കടത്താൻ ശ്രമിച്ച പുഴമണലുമായി 2 പേരെ ചെറുതുരുത്തി പോലീസ് പിടികൂടി. ദേശമംഗലം മനപ്പടിയിൽ രാത്രികാല പെട്രോളിംഗിനിടെ ചെറുതുരുത്തി പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് 60ഓളം ചാക്ക് പുഴമണൽ കടത്താൻ ശ്രമിച്ച ദേശമംഗലം പള്ളം സ്വദേശികളായ സതീഷ്, ജിഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ലെല്ല പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ബാപ്പു വലപ്പാടിന്റെ 17ാമത്തെ രചനയും ചെറുകഥ സമാഹാരവുമായ കാരുണ്യത്തിന്റെ കൈകൾ പ്രകാശനം ചെയ്തു. വലപ്പാട് നടന്ന പുസ്തക പ്രകാശന ചടങ്ങ് ചലച്ചിത്ര സംവിധായകൻ പി ടി കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും റോഡ് ഷോയും നടത്തി. AICC സെക്രട്ടറി TN പ്രതാപൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗം പാണ്ടിമേളം പ്രമാണിയായ ചെറുശ്ശേരി കുട്ടന്മാരാരെ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. നിലവിലെ മേളപ്രമാണി ചേർനല്ലൂർ ശങ്കരൻകുട്ടി മാരാർ വൈകുണ്ഠ ഏകാദശി നാളിലെ മേളത്തിന് ശേഷം മേളപ്രമാണി സ്ഥാനമൊഴിയും. മഠത്തിൽ വരവ്, പഞ്ചവാദ്യത്തിന് തിമിലയിൽ കോങ്ങാട് മധുവും കോട്ടയിൽ രവി മദ്ദളത്തിലും പ്രമാണിമാരാവും. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.